ഇന്ന് നമ്മൾ അടിപൊളി ഒരു ചട്നിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാനായിട്ട് പറ്റുന്ന അതീവ രുചികരമായ രീതിയിലുള്ള ഒരു ചട്നിയാണിത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഈ ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കൊരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല, നമുക്കതിലേക്ക് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ 3 ടീസ്പൂണ് ഉഴുന്നാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഉഴുന്ന് നമുക്കൊന്ന് ബ്രൗൺ കളറിൽ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ മീഡിയം തീയിൽ വേണം ഇടാൻ വേണ്ടിയിട്ട്. മീഡിയം തീയിലിട്ട് നമുക്കതൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇത് ബ്രൗൺ കളറാവാനായിട്ട് നിൽക്കേണ്ട, ബാക്കി ചേരുവകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു പകുതി സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയ്ക്ക് പകരം നമുക്ക് ചെറിയ ഉള്ളി എടുക്കാം. ചെറിയ ഉള്ളി ആണെങ്കിൽ ഒരു 8-10 എണ്ണം എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഉഴുന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നതിനോടൊപ്പം തന്നെ സവാള ഒന്ന് വഴന്ന് വരും. സവാള ബ്രൗൺ കളർ ആവണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഒന്ന് വഴന്ന് വന്നാൽ മതി, ഒന്ന് വെന്തൊക്കെ വന്നാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ടതൊന്ന് ചെറിയ തീയിൽ വേണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ. ഞാനിവിടെ 3 അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് അധികമായിട്ട് ഇഷ്ടമുള്ളവർക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 3 പച്ചമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ. എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് 3 എണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പച്ചമുളക് നമുക്കിതിലേക്ക് കീറിയൊന്നും ഇടണ്ട കേട്ടോ. അതിൻ്റെ അരിയൊക്കെ വെളി വന്നു കഴിഞ്ഞാൽ അതിന് വേറൊരു ടേസ്റ്റായിട്ട് പോകും. അപ്പോൾ നമുക്ക് മുഴുവനോട് തന്നെ ഈ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതിനകത്തേക്ക്. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. നമ്മുടെ ഉഴുന്ന് ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ, 1 മുറി തേങ്ങ ചിരകിയതാണ്, അതോടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് കഴിയുന്നൊക്കെ പോരുന്ന തേങ്ങയാണെങ്കിൽ തേങ്ങ കൊത്തായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ചേർക്കുമ്പോൾ നമ്മൾ ഉഴുന്നിടുന്നതിനോടൊപ്പം തന്നെ ആദ്യം തന്നെ ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ തേങ്ങ ആയതുകൊണ്ട് നമുക്ക് അധികമൊന്നും അത് മൂത്ത് വരണ്ട. ഇപ്പം നമ്മുടെ ഉഴുന്ന് മൂത്തിട്ടുണ്ടല്ലോ, അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ആ തേങ്ങയുടെ പച്ചപ്പൊന്ന് മാറുന്ന വരെ മാത്രം ഒന്ന് വഴറ്റിയാൽ മതി കേട്ടോ. ഞാനിപ്പോൾ 1 മുറി തേങ്ങയ്ക്ക് പാകത്തിനുള്ള ചേരുവകളാണ് ബാക്കിയും ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടുതൽ വേണ്ടുന്നവർ ചേരുവകളൊക്കെ അതനുസരിച്ച് കൂടുതൽ എടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് മതിയെങ്കിൽ അതനുസരിച്ച് സാധനങ്ങൾ കുറച്ചെടുത്താൽ മതി. ഇനിയാണ് ഇതിലേക്ക് ടേസ്റ്റ് കിട്ടുന്ന ഐറ്റം ചേർക്കുന്നത്. മല്ലിയിലയാണ് കേട്ടോ. മല്ലിയില ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു ചട്നിയുടെ ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഇപ്പോൾ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലൊന്ന് കിടന്നിട്ട് മല്ലിയിലയുടെ പച്ചമണം മാറിയിട്ട് ഒന്ന് വഴന്നു വന്നാൽ മതി. ഇനി ചേർക്കുന്നുണ്ടല്ലോ വാളംപുളി, അതൊരു പേരിന് മാത്രം എന്ന് പറയുന്ന പോലെ ഒരു അല്പം ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നുണ്ടല്ലോ കായം, അത് നമ്മളൊരു നുള്ളി എടുക്കുന്നില്ലേ, ആ ഒരു പാകത്തിന് കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മല്ലിയില ഒന്ന് വഴന്ന് അതിൻ്റെ പച്ചപ്പൊക്കെ മാറി വന്നിട്ടുണ്ട്, വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ചൂട് ഒരല്പം കൂടെ ആറിയ ശേഷം നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഒരുപാട് അരഞ്ഞു പോകണ്ട ചട്നിക്ക്. തേങ്ങാപ്പീരയുടെയൊക്കെ ചൂടൊന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി ജാറിലേക്ക് നമുക്ക് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കുന്നത് ഈ തേങ്ങ അരയ്ക്കുന്ന കൂട്ടത്തിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിത് അരച്ച ശേഷമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുക. അല്പം വെള്ളം ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. നമ്മളിത് അരഞ്ഞ് വരുന്നതനുസരിച്ച് വെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരുപാട് ചാറ് പോലെ അങ്ങ് വേണ്ട, ഒത്തിരി വെള്ളത്തിൽ വേണ്ട. ഈ ഒരു പരുവത്തിലാണ് ചട്നി അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ജാറ് കഴുകിയെടുക്കാനും ആ ചൂടുവെള്ളത്തിൻ്റെ ബാലൻസ് നമുക്ക് എടുക്കാം. ചെറുതായിട്ടൊന്ന് കഴുകിയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒത്തിരി ചാറിലങ്ങ് വെള്ളത്തിലങ്ങ് കിടക്കുന്നത് നല്ലതല്ല കേട്ടോ. ഈ ഒരു പരുവത്തിനാണ് ചട്നി നല്ലത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ. ഉപ്പ് നമ്മൾ സവാള അതിനകത്തേക്ക് വഴറ്റാനായിട്ട് ഇടുന്നുണ്ടല്ലോ, ആ കൂട്ടത്തിലിട്ടാലും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ നമ്മൾ അരയ്ക്കുമ്പം ചേർക്കാം.
പിന്നെ ഇതാ നമ്മൾ താളിച്ചും കൂടെ ഒഴിക്കുന്നുണ്ട്. താളിച്ചൊഴിക്കാനായിട്ട് കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഇത്രയാണ് എടുത്തിരിക്കുന്നത്. 2 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ രുചികരമായ രീതിയിലുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോട്ടോ. അപ്പോൾ നമ്മൾ ഇഡ്ഡലിയുടെയും ദോശയുടെയൊക്കെ കൂടെ ഇതൊന്ന് ചൂടോടെ കഴിച്ചു നോക്കണം. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിനുള്ളത്. അപ്പോൾ അതാ നമ്മൾ ഇഡ്ഡലി എടുക്കുക കേട്ടോ. ഇഡ്ഡലി എടുത്തിട്ട് കുറച്ച് ചട്നിയും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. മല്ലിയിലയൊക്കെ അരച്ചതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ട്. നല്ല ചട്നിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാ ദിവസവും വൈകിട്ട് 8 മണിക്ക് നമ്മുടെ വീഡിയോ വരുന്നതാണ്. അപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇതുവരെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.